ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മൻ അനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമ്മൾ ശ്രീമന്നാരായണീയത്തിലെ 54-ാമത്തെ ദശകത്തിലാണുള്ളത്. അതിൽ 1-ാമത്തെ ശ്ലോകം തൊട്ട് 5-ാമത്തെ ശ്ലോകം വരെ ഇന്ന് നമ്മൾ വായിക്കുന്നതായിരിക്കും. തത്സേവോത്ക സൗബർനാമപൂർവം കാളിന്ത്യന്തർദ്വാദശാബ്ദം തപസ്യൻ വീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർഷ്യം സാക്ഷാത് അക്ഷരാഗ്രേ കഥാചിത്. ത്വത്സേവോത്ക സൗബിർനാമപൂർവം കാളിന്ത്യന്തർദ്വാദശാബ്ദം തപസ്യൻ വീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർഷ്യം സാക്ഷാത് ഐഷദാഗ്രേ കഥാചിത്. ത്വത്സേവ ഉത്കഃ സൗബരിഃ നാമപൂർവം കാളിന്തി അന്തഃ ദ്വാദശ ആബ്ദം തപസ്യൻ വീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർഷ്യം സാക്ഷാത് അക്ഷരാഗ്രേ കഥാചിത്. തത്സേവോത്ക സൗബരിർനാമപൂർവം തത്സേവാത്ക സൗബരിർനാമപൂർവം കാളിന്ത്യന്തർദ്വാദശാബ്ദം തപസ്യൻ വീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർഷ്യം സാക്ഷാത് ഐഷദാഗ്രേ കഥാചിത്. പണ്ടൊരിക്കൽ നിന്ദിരവിടിയെ ഭജിക്കുന്നതിൽ സമുത്സുകനായ സൗബരി എന്ന വിഖ്യാതനായ മഹർഷി കാളിന്തിയുടെ അന്തർഭാഗത്തിൽ 12 കൊല്ലങ്ങളോളം തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പണ്ട് ഒരിക്കൽ നിന്ദിരവിടിയെ ഭജിക്കുന്നതിൽ സമുത്സുകനായ സൗബരി എന്ന വിഖ്യാതനായ മഹർഷി കാളിന്തിയുടെ അന്തർഭാഗത്തിൽ 12 കൊല്ലങ്ങളോളം തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ച് സുഖിച്ചിരുന്ന മത്സ്യങ്ങളിൽ പ്രേമത്തോടു കൂടിയവനായിരിക്കെ ഒരിക്കൽ ഗൗരുടനെ മുമ്പിൽ പ്രത്യക്ഷമായി കണ്ടു. പണ്ട് ഒരിക്കൽ നിന്ദിരവിടിയെ ഭജിക്കുന്നതിൽ സമുത്സുകനായ സൗബരി എന്ന വിഖ്യാതനായ മഹർഷി കാളിന്തിയുടെ അന്തർഭാഗത്തിൽ 12 കൊല്ലങ്ങളോളം തപസ്സു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പരസ്പരം സ്നേഹിച്ച് സുഖിച്ചിരുന്ന മത്സ്യങ്ങളിൽ പ്രേമത്തോടു കൂടിയവനായിരിക്കെ ഒരിക്കൽ ഗരുഡനെ മുമ്പിൽ കണ്ടു. രണ്ടാമത്തെ ശ്ലോകം. ത്വദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനും മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ തപ്തച്ചിത്തേ സപ്തമാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്താം. തദ്വാഹം തം സാക്ഷുതം തൃക്ഷനൂനം മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ തപ്തച്ചിത്തേ സപ്തമാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്താ. തദ്വാഹം സക്ഷുതം തൃക്ഷസൂനും മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ തപ്തച്ചിത്തേ ശബ്ദമാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്താ. തദ്വാഹം തം സക്ഷുതം തൃക്ഷസൂനും മീനം കഞ്ചിത് ജക്ഷതം ലക്ഷയൻ സഹ തപ്തച്ചിത്തേ സപ്തമാനത്ര ചേത്വം ജന്തൂൻ ഭോക്താ ജീവിതം ചാഭിമോക്താ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. വിശപ്പുള്ളവനായി ഒരു മത്സ്യത്തെ ഭക്ഷിച്ചു കൊണ്ടിരുന്ന അങ്ങയുടെ വാഹനമായ ആ ടാർഷനെ ഗരുഡനെ വിശപ്പുള്ളവനായി ഒരു മത്സ്യത്തെ ഭക്ഷിച്ചു കൊണ്ടിരുന്ന അങ്ങയുടെ വാഹനമായ ഒരു ടാർഷനെ നോക്കിക്കൊണ്ടിരുന്ന ആ മഹർഷി മനസ്സിൽ അനുതാപത്തോടു കൂടിയവനായി, ഇനി നീ ഇവിടെ നിന്ന് പ്രാണികളെ ഭക്ഷിക്കുന്നുവെങ്കിൽ ജീവനാംശവും സംഭവിക്കുമെന്ന് ശപിച്ചു. വിശപ്പുള്ളവനായി ഒരു മത്സ്യത്തെ ഭക്ഷിച്ചു കൊണ്ടിരിക്കുന്ന അങ്ങയുടെ വാഹനമായ ആ ടാർഷ്യനെ നോക്കിക്കൊണ്ടിരുന്ന ആ മഹർഷി മനസ്സിൽ അനുതാപത്തോടു കൂടിയവനായി, ഇനി നീ ഇവിടെ നിന്ന് പ്രാണികളെ ഭക്ഷിക്കുന്നുവെങ്കിൽ ജീവനാംശം സംഭവിക്കുമെന്ന് ശപിച്ചു. മൂന്നാമത്തെ ശ്ലോകം വായിക്കാം.
തസ്മിൻ കാലേ കാളിയഃ ക്ഷേളദർപ്പാൻ സർപ്പാരാദേഹി കൽപ്പിതം ഭാഗമശ്നൻ. തേന ക്രോധാത് ത്വത്പദാംബുജോദ്ഭോജവാജ പക്ഷക്ഷിപ്തഃ തദ്വരാപം പയോഗാത്. തസ്മിൻ കാലേ കാളിയഃ ക്ഷേളദർപ്പാൻ സർപ്പാരാദേഹി കൽപ്പിതം ഭാഗമശ്നൻ. തേന ക്രോധാത് ത്വത്പദാംബുജോ ഭോജവാജ പക്ഷക്ഷിപ്തഃ തദ്വരാപം പയോഗാത്. തസ്മിൻ കാലേ കാളിയഃ ക്ഷേളദർപ്പാൻ സർപ്പാരാദേഹി കൽപ്പിതം ഭാഗമശ്നൻ. തേന ക്രോധാത് ത്വത്പദാംബോജരാജ പക്ഷക്ഷിപ്തഃ തദ്രൂപം പയോഗാത്. തസ്മിൻ കാലേ കാളിയഃ ക്ഷേളദർപ്പാത് സർപ്പ ആരാദേ കൽപ്പിതം ഭാഗം അശ്നൻ. തേന ക്രോധാത് ത്വത്പദ അംബോജഭാജ പക്ഷക്ഷിപ്തത്വരായം ഭയഃ അദാത്. തസ്മിൻ കാലേ കാളിയഃ ക്ഷേളദർപ്പാത് സർപ്പ ആരാദേ കൽപ്പിതം പാദമശ്നൻ. തേന ക്രോധാത് ത്വദ്ബദ അംബോജഭാജ പക്ഷക്ഷിപ്തത്വരാപം ഭയഃ ആഗാത്. തേന ക്രോധാത് ത്വത്പദാംബോജരാജ പക്ഷക്ഷിപ്തഃ തദ്രൂപം പയോഗാത്. ആ കാലത്തിൽ കാളിയൻ എന്ന സർപ്പം വിഷവീര്യമതം ഹേതുവായിട്ട് സർപ്പകാലാന്തകനായ ഗരുഡന് നിശ്ചയിക്കപ്പെട്ട ഭാഗത്തെ ഭക്ഷിക്കുന്നവനായി അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ സമാശ്രയിച്ചിരിക്കുന്ന ഗരുഡനാൽ കോപത്താൽ കണ്ടടിച്ചെറിയപ്പെട്ടവനായിട്ട് അന്ന് പ്രവേശിപ്പാൻ പാടില്ലാത്ത കാളിന്തി ജലത്തെ പ്രാപിച്ചു. ആ കാലത്തിൽ കാളിയൻ എന്ന സർപ്പം വിഷവീര്യമതം ഹേതുവായിട്ട് സർപ്പകാലാന്തകനായ ഗരുഡന് നിശ്ചയിക്കപ്പെട്ട ഭാഗത്തെ ഭക്ഷിക്കുന്നവനായി അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ സമാശ്രയിച്ചിരിക്കുന്ന ഗരുഡനാൽ കോപത്താൽ ചിറകുകൊണ്ട് അടിച്ച് എറിയപ്പെട്ടവനായിട്ട് ഭയങ്കരനായ ആ കാളിയൻ. 4-ാമത്തെ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം, അത് മിസ്റ്റേക്കായിപ്പോയി. ഘോരേ തസ്മിൻ സുരജാ നീരവാസേ തീരെ വൃക്ഷ ഇല്ല, 3-ാമത്തെ ശ്ലോകത്തിൽ നിന്ന് വായിക്കേണ്ടി വരും. 3-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥത്തിൽ നിന്ന് വായിക്കാം. ആ കാലത്തിൽ കാളിയൻ എന്ന സർപ്പം വിഷവീര്യമതം ഹേതുവായിട്ട് സർപ്പകാലാന്തകനായ ഗരുഡൻ നിശ്ചയിക്കപ്പെട്ട ഭാഗത്തെ ഭക്ഷിക്കുവാനായി അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ സമാശ്രയിച്ചിരിക്കുന്ന ഗരുഡനാൽ കോപത്താൽ ചിറകുകൊണ്ട് അടിച്ചെറിയപ്പെട്ടവനായിട്ട് അവന് പ്രവേശിപ്പാൻ പാടില്ലാത്ത കാളിന്തി ജലത്തെ പ്രാപിച്ചു. ആ കാലത്തിൽ കാളിയൻ എന്ന സർപ്പം വിഷവീര്യമത ഹേതുവായിട്ട് സർപ്പകാലാന്തകനായ ഗരുഡന് നിശ്ചയിക്കപ്പെട്ട ഭാഗത്തെ ഭക്ഷിക്കുന്നവനായി അങ്ങയുടെ ചരണാരവിന്ദങ്ങളെ സമാശ്രയിച്ചിരിക്കുന്ന ഗരുഡനാൽ കോപത്താൽ ചിറകുകൊണ്ട് അടിച്ചെറിയപ്പെട്ടവനായിട്ട് അവന് പ്രവേശിപ്പാൻ പാടില്ലാത്ത കാളിന്തി ജലത്തെ പ്രാപിച്ചു. ഘോരേ തസ്മിൻ സുരജാ നീരവാസേ തീരെ വൃക്ഷാഭുക്ഷിതാഃ ക്ഷേളവേഗാത് പക്ഷിപ്രാതഃ പേതുരഭ്രേ പതന്തഃ കാരുണ്യാർദ്രം ത്വത്മനസ്തേന ജാതം. ഘോരേ തസ്മിൻ സുരജാ നീരവാസേ തീരെ വൃക്ഷാഭുക്ഷിതാഃ ക്ഷേളവേഗാത് പക്ഷിപ്രാതഃ പേതുരഭ്രേ പതന്തഃ കാരുണ്യാർദ്രം ത്വത്മനസ്തേന ജാതം. ഭയങ്കരനായ ആ കാളിയൻ യമുനാ ജലത്തിൽ പാർത്തു വരുന്ന കാലത്ത് വിഷത്തിൻ്റെ വീര്യം നിമിത്തം തീരത്തിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിച്ചുപോയി. അതായത് കാളിയൻ വന്ന് വാഴ്ക്കാൻ തുടങ്ങി എന്നാണല്ലോ 3-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. ആ കാലത്ത് കാളിയൻ എന്ന സർപ്പം വിഷവീര്യമതം ഹേതുവായിട്ട് സർപ്പകാലാന്തകനായ ഗരുഡൻ നിശ്ചയിക്കപ്പെട്ട ഭാഗത്തെ ഭക്ഷിക്കുവാനായി കാളിന്തിയിൽ ഗരുഡനാൽ വലിച്ചെറിയപ്പെട്ട കാളിന്തി ജലത്തിൽ വന്ന് വീണു എന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ വായിച്ചു. 3-ാമത്തെ ശ്ലോകത്തിൽ. 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത് ഭയങ്കരനായ ആ കാളിയൻ യമുനാ ജലത്തിൽ പാർത്തു വരുന്ന കാലത്ത് വിഷത്തിൻ്റെ വീര്യം നിമിത്തം തീരത്തിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിച്ചുപോയി. ആകാശമാർഗത്തോടുകൂടി പറന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്ന പക്ഷികളെല്ലാം താഴെ വീണ് മരിച്ചു. അതിനാൽ നിന്ദരുടെ മനസ്സ് അനുകമ്പ കൊണ്ട് ആർദ്രമായി ഭാവിച്ചു. ഭയങ്കരനായ ആ കാളിയൻ യമുനാ ജലത്തിൽ പാർത്തു വരുന്ന കാലത്ത് വിഷത്തിൻ്റെ വീര്യം നിമിത്തം തീരത്തിലുണ്ടായിരുന്ന മരങ്ങളെല്ലാം നശിച്ചുപോയി. ആകാശമാർഗത്തിൽ കൂടി പറന്ന് സഞ്ചരിച്ചു കൊണ്ടിരുന്ന പക്ഷികളെല്ലാം താഴെ വീണ് മരിച്ചു. അതിനാൽ നിന്ദിരുവിയുടെ മനസ്സ് അനുകമ്പ കൊണ്ട് ആർദ്രമായി ഭവിച്ചു. കാലിൻ തസ്മിൻ ഏകദാ സീരവാണിം മുക്ത്വാ യാതേ
काले तस्मिन् एकदा क्षीरवाणीं मुक्त्वा यादे यामुनं काननान्तं तयुद्धाम ग्रीष्मभीष्मोष्मतप्ता गोगोपालाः व्यापिबन् शेळतोऽयं काले तस्मिन् एकदा क्षीरवाणीं मुक्त्वा यादे यामुनं काननान्तं त्वयुद्धाम ग्रीष्मभीष्मोष्मतप्ता गोगोपाला व्यापिबन् शेळतोऽयं काले तस्मिन् एकदा क्षीरवाणीं मुक्त्वा यादे यामुनं काननान्तं त्वयुद्धाम ग्रीष्मभीष्मोष्मतप्ता गोगोपाला व्यापिबन् शेळतोऽयं काले तस्मिन् एकदा क्षीरपाणिं मुक्त्वा यादे यामुनं काननान्तं त्वयुद्धाम ग्रीष्मभीष्मोष्मतप्ताः गोगोपालाः വ്യാപിബൻ ക്ഷേളതോയം. അങ്ങനെ ഇരിക്കുന്ന കാലത്ത് ഒരു ദിവസം അങ്ങ് ഹലായുധനായ ബലഭദ്രനെ കൂടാതെ യമുനാവന പ്രദേശത്തിലേക്ക് പോയിരുന്ന സമയം പശുക്കളും പശുപാലന്മാരും വർദ്ധിച്ച വേനലിൻ്റെ ഉഗ്രമായ ചൂടുകൊണ്ട് തളർന്നവരായി വിഷം കലർന്ന വെള്ളത്തെ വേണ്ടുവോളം കുടിച്ചു. അങ്ങനെ ഇരിക്കുന്ന കാലത്തൊരു ദിവസം അങ്ങ് ഹലായുധനായ ബലഭദ്രനെ കൂടാതെ യമുനാവന പ്രദേശത്തിലേക്ക് പോയിരുന്ന സമയം പശുക്കളും പശുവന്മാരും വർദ്ധിച്ച വേനലിൻ്റെ ഉഗ്രമായ ചൂടുകൊണ്ട് തളർന്നവരായി വിഷം കലർന്ന വെള്ളത്തെ വേണ്ടുവോളം കുടിച്ചു. നാരായണീയത്തിലെ 54ാമത്തെ ദശകത്തിൽ 5 ശ്ലോകങ്ങൾ വായിക്കുകയാണ്. 1 തൊട്ട് 5 ശ്ലോകം. ത്വത്സേ വാക്കഃ സൗരഭീ നാമപൂർവം കാളന്തി അന്തഃ ദ്വാദശ അബ്ദതപസ്യൻ മീനവ്രാതേ സ്നേഹവാൻ ഭോഗലോലേ താർഷ്യം സാക്ഷാത് ഐക്ഷത അഗ്രേ കദാചിത് ത്വദ്വാഹം തം സക്ഷുതം രൂക്ഷസൂനും त्वद्वाहं तं क्षुदं तृक्षसूनं मीनं कञ्चित् जक्षदं लक्षयन् सः तप्तः चित्ते सप्तवान् अत्र चेत्त्वं जन्तून् भोक्ता जीवितं चाभिमोक्ता त्वद्वाहं तं सक्षुदं वृक्षसूनं मीनं कञ्चित् जक्षदं लक्षयन् सः तप्तचित्ते सप्तवान् चेत्पवम् त्वद्वाहं तं सक्षुदं वृक्षसूनं मीनं कञ्चित् जक्षदं लक्षयन् सः तप्तः चित्ते सप्तवान् अत्र चेत्त्वं जन्तून् भोक्त्वा जीवितं चाभिमोक्ता तस्मिन् काले कालयक्षेळदर्पान् सर्पाराधे कल्पितं भाग अश्नन् तेन क्रोधात् त्वत्पद अम्बोजभाजां पक्षक्षिप्तः त्वद्दुरावं पयः अगाध तस्मिन् काले कालयक्षेळदर्पान् सर्पाराधे कल्पितं भाग अश्नन् तेन क्रोधात् त्वत्पद अम्बोजभाजा पक्षक्षिप्तः त्वद्दुरावं पय आगाद घोरे तस्मिन् सुरजा नीरवासे तीरे वृक्षा वृक्षदा क्षेळवेगाद पक्षिप्रातः पेदु अभ्रे पतन्तः कारुण्य आर्द्रं त्वत्मनः ते जात तेन जातं घोरे तस्मिन् सूरजा नीरवासे तीरे वृक्षा वृक्षदाः क्षेळवेगाद पक्षिप्राताः पेदुः अभ्रे पतन्तः कारुण्य आर्द्रं त्वत्मनः ते आयातं तेन जातं घोरे तस्मिन् सूरजा नीरवासे तीरे वृक्षा वृक्षदाः क्षेळवेगाद पक्षिप्राताः पेदुः अभ्रे पतन्तः कारुण्य आर्द्रं त्वत्मनः तेन जातं काले तस्मिन् एकदा क्षीरपाणिं मुक्त्वा यात्रे यामुनं काननान्तं त्वयि उद्धाम ग्रीष्म भीष्म ऊष्मतप्ता गोगोपालाः व्यापिबन् केरळतोऽयं शेळतोऽयं काले अस्मिन् एकदा क्षीरपाणिं मुक्त्वा यादे यामुनं काननान्तं त्वयि उद्धाम ग्रीष्म भीष्म ऊष्मतप्ताः गोगोपालाः व्यापिबन् क्षेळतोऽयं काले तस्मिन् एकदा क्षीरपाणिं मुक्त्वा यात्रे यामुनं काननान्तं त्वयि उद्धाम ग्रीष्म भीष्म ऊष्मतप्ताः गोगोपालाः व्यापिबन् क्षेळतोऽयम्. ओम नमो भगवते वासुदेवाय. ओम श्री कृष्ण परमात्मने नमः.